ഞാൻ ജെക്കെ നമ്മൾ റിയാക്ഷൻ ചെയ്യാൻ പോകുന്നത് ലീഡർ എന്ന് പറയുന്ന മൂവിയാണ്. നമ്മൾ ലെജൻഡ് മൂവിയിൽ അഭിനയിച്ചിട്ടുള്ള ആളുണ്ടല്ലോ, ലെജൻഡ് ശരവൺ അങ്ങനെയാണ് അറിയപ്പെടുന്നത് അദ്ദേഹം. ശരിക്കും ആ മൂവി ഞാൻ അദ്ദേഹത്തെ പറ്റിയിട്ട് കേൾക്കുന്നതിന് കൂടുതൽ അദ്ദേഹത്തിന് ട്രോൾസ് ആയിരിക്കും പക്ഷെ കണ്ടേക്കുന്നത്. കാരണം എനിക്കറിയില്ല എന്തുകൊണ്ടാണെന്നുള്ളത്, നമ്മൾ ആ പടം കണ്ടിട്ടില്ല, പക്ഷെ കുറെ ട്രോൾസ് ഉണ്ട്. എനിക്ക് തോന്നുന്നു ആ ട്രോൾ ഇറങ്ങിയ സമയത്ത് നമ്മൾ റിയാക്ഷൻ ചെയ്യുമായിരുന്നു തമിഴ് മൂവീസ് ഒക്കെ. അപ്പൊ ആ സമയത്ത് എനിക്കൊന്ന് നമ്മളോട് കുറെ ആൾക്കാർ വന്ന് പറഞ്ഞിട്ടുണ്ട് ലെജൻഡ് റിയാക്ട് ചെയ്യാൻ. എന്തിനാ അറിയാം, ആ ട്രോളെ എൻജോയ് ചെയ്യാൻ വേണ്ടിട്ട്. കാരണം ആ ട്രോൾ എൻജോയ് ചെയ്തിട്ടുണ്ട്. ഇവൻ അദ്ദേഹത്തെ പറ്റിയിട്ട് എനിക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ പക്ഷെ അത് ആ ഒരു ട്രോള് കാണുമ്പോൾ നമുക്കറിയാം. നമുക്ക് ഇവൻ അറിയാത്ത കാര്യത്തെ പറ്റിയിട്ട് ട്രോള് നല്ല രസമാണ് കണ്ടിരിക്കാനായിട്ട്. അപ്പോ എന്താ പറയാ, അത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ ഈ ഒരു മൂവിയിൽ ഇപ്പൊ ലീഡർ എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി എനിക്ക് തോന്നുന്നു തെലുഗുവിലും ലീഡർ മൂവി ഒക്കെ വന്നിട്ടുണ്ട് അല്ലേ ഈ പേരിനകത്ത്. അപ്പോ പേരെന്ന് പറയുന്ന ഒരു കുറച്ചും കൂടി ഒരു പൊളിറ്റിക്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പേരായിട്ടാണ് ശരിക്കും വരുന്നത്. ലീഡർ എന്ന് കേൾക്കുമ്പോൾ അങ്ങനെയാണല്ലോ അതും പൊളിറ്റിക്സ് പൊളിറ്റിക്സ് എന്ന് പറയാം, അല്ലെങ്കിൽ ലീഡർ എന്ന് വെച്ചാൽ ഏകദേശം നയിക്കുന്ന ആൾ, മുന്നിൽ നിന്ന് നയിക്കുന്ന ആൾ. പൊളിറ്റിക്സ് ആയിട്ട് ബന്ധമുള്ള വാക്കല്ലേ. അല്ലെങ്കിൽ നമ്മൾ കേരളത്തിൽ നോക്കുമ്പോൾ ലീഡർ ഓൾറെഡി പൊളിറ്റിക്സ് ബന്ധമാണ്. അപ്പൊ കാരണം നമുക്ക് ആസ് എ നോർമൽ പേഴ്സൺ എന്നുള്ള രീതിയിൽ നമ്മളത് കേൾക്കുന്ന സമയത്ത് നമുക്ക് അങ്ങനെയാണ് പെട്ടെന്ന് മനസ്സിൽ വരുന്നത്. അപ്പോ ഈ ഒരു സംഭവത്തിന് അത്യാവശ്യം നല്ല റെസ്പോൺസ് ഉണ്ട്. അതായത് എന്താ പറയാ, ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ആ ലൈക്സും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല, കഴിഞ്ഞ പ്രാവശ്യം കൂടുതൽ നെഗറ്റീവ് ഇമ്പാക്ട് ആയിരുന്നു ഉണ്ടായിരുന്നത്. നമ്മളെ ലെജൻഡ് ഇറങ്ങിയ സമയത്ത് കൂടുതലും അതിന്റെ ട്രെയിലർ വന്ന സമയത്താണെങ്കിൽ അല്ലെങ്കിൽ പടം ഇറങ്ങിയ സമയത്തൊക്കെ കൂടുതലും അങ്ങനെ ഒരു സംഭവം, അതുകൊണ്ടാണ് അത് ട്രോളിലോട്ട് പോയത്. പക്ഷെ ഇത്തവണ കൂടുതലും പോസിറ്റീവാണ്. പക്ഷെ എടുക്കുന്ന ആ ഒരു പേരെന്നൊക്കെ പറയുന്നത് ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള നെയിംസ് ആണ്. കഴിഞ്ഞ പ്രാവശ്യം ലെജൻഡ് എന്ന് പറയുന്ന ഇപ്പൊ ലീഡർ, ആ പേര് തന്നെ ഇപ്പൊ അറിയപ്പെടും ചെയ്യുന്നത്. അതെ, അപ്പൊ എന്ന് വെച്ചാൽ ആ ഒരു പേരിൽ തന്നെ ഭയങ്കര ഭയങ്കര സ്ട്രോങ് സംഭവം ഉണ്ട്. അപ്പൊ എന്താ സംഭവം നമുക്ക് കണ്ടു നോക്കാം. റെഡി? കുട്ടിയൊക്കെ ഉണ്ടല്ലോ. അതാണ് തമിഴില് കൊച്ചുള്ളത്. ഒരു കുട്ടി ഉണ്ടായിരുന്നില്ലേ? ഭയങ്കര മറ്റേതുണ്ടല്ലോ ക്യാമറ. ഒരു രസമുണ്ടല്ലോ എന്തോ. റോബോട്ടിക് ക്യാമറ. ഓ പക്ഷെ ക്യാമറ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആംഗിള് ഒരു രക്ഷയില്ല കേട്ടോ. ന്യൂജൻ പടം കട്ട അല്ലേ? ചെയ്തിട്ടുണ്ട് നന്നായിട്ട്. എല്ലാ പണം തമ്പുള്ളിക്ക് ഹീറോ തന്നെ. ഓ അതാണ് സാധനം. അവസാനം ഏപ്രിൽ 2026 ആ സംഭവം തന്നെ. അതായത് ഒരു ഗുമ്മുണ്ട്. അതായത് നമ്മള് പെട്ടെന്ന് കാണില്ലേ, ഏകദേശം ഒരു നമ്മള് ഭയങ്കര ഇദ്ദേഹത്തെ ഞാൻ ഫസ്റ്റ് ടൈമാണ് അദ്ദേഹത്തിന്റെ ഒരു ട്രെയിലർ സംഭവങ്ങളൊക്കെ ഞാൻ മറ്റേ ട്രോള് മാത്രമേ കണ്ടിട്ടുള്ളൂ. പക്ഷെ കാണുമ്പോൾ ഭയങ്കര നമ്മളെവിടെ കണ്ട ഒരു ആക്ടറിന്റെ ഒക്കെ ഒരു ഫീൽ അല്ലേ, ഭയങ്കര മെച്ചുവേർഡ് ആയിട്ടുള്ള ഒരു ആക്ടറിന്റെ ഒക്കെ ഫീൽ. അതായത് ഇപ്പോൾ വേണമെങ്കിൽ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ നമ്മള് വിജയനൊക്കെ ഇങ്ങനെ മറ്റേ റോൾ ചെയ്യില്ല, നമ്മുടെ തെറി മൂവിയൊക്കെ അതിനകത്ത് കാണിക്കില്ല. അത്രയും ഭയങ്കര ഒരു മെച്യൂരിറ്റി. അതായത് ആ ഒരു റോളിൽ വരുമ്പോൾ ആ കുട്ടിയും കൂടി വരുന്ന സമയത്ത് ഭയങ്കര, പിന്നെ ആണെങ്കിൽ ആളുടെ ഫേസ് ആണെങ്കിലും ഭയങ്കര സീരിയസ് ആയിട്ടൊരു ഫേസ് അല്ലേ. എനിക്ക് തോന്നുന്നു അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണ് അവിടെ നടക്കുന്നതെന്ന് തോന്നുന്നു. ആളുടെ ഫേസിൽ എന്താ തോന്നിയെന്ന് വെച്ചാൽ ഇപ്പൊ ഇത് ഈ നമ്മളെ ലെജൻഡിന്റെ, എനിക്കൊന്ന് ലെജൻഡ് ഇറങ്ങിയ സമയത്ത് അതിന്റെ തമ്മിലൊക്കെ കാണുമ്പോൾ ആളുടെ ഫേസിൽ കുറച്ചൊരു കോമിക് ഒരു ആംഗിൾ ഉണ്ട്. അതായത് കംപ്ലീറ്റ്ലി ഒരു ഹീറോയിക് ഫേസ് അല്ല.
പക്ഷെ ഇതിൻ്റെ അകത്ത് കുറച്ചും കൂടി ഒരു ഹീറോയിക് സാധനം വരുന്നുണ്ട്. പ്രത്യേകിച്ച് ആ ഒരു ഷോട്ട് കാണിച്ചപ്പോൾ എനിക്ക് തോന്നുന്നു ആ ഷർട്ടിന്റെയും അല്ലെങ്കിൽ ആ ഒരു ക്യാമറ ആംഗിളിന്റെ ഒക്കെ പെർഫെക്ഷൻ കൊണ്ടാവാം കറക്റ്റ് ഒരു ഹീറോയിക് മൊമെന്റ് ഉണ്ടായിരുന്നു. ആൻഡ് ഏജും കുട്ടിയുടെ അച്ഛനായിട്ടാണ് കാണിക്കുന്നത്, ഒരു യങ് അച്ഛൻ. അപ്പൊ ആ ഒരു സാധനം കറക്റ്റ് ആയിട്ട് അവിടെ വന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് ഡയലോഗ് ആണെങ്കിലും എല്ലാത്തിലും ഈവൻ ആക്ഷൻ സീൻസ് ഒക്കെ നന്നായിട്ട് കാണിക്കാൻ നോക്കി. കാരണം വെച്ചാൽ അതെന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കര റോ ആയിരുന്നു. പക്ഷെ അത് ക്യാമറ ആംഗിൾ ഗംഭീരമായിട്ട് ചെയ്തതുകൊണ്ട് കുറച്ചൊന്ന് മാറ്റി പിടിക്കാൻ അവർ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ അത് റോബോട്ടിക് ക്യാമറ ആംഗിൾ ആയതുകൊണ്ട് നല്ല രസമുണ്ട് കാണാൻ വേണ്ടിട്ട്. എനിക്ക് ആളെ കാണുന്ന സമയത്ത് നമ്മള് പണ്ടത്തെ സത്യരാജ് ഇല്ലേ, സത്യരാജ് മാത്രല്ല, എനിക്ക് തോന്നിയ സത്യരാജ് പ്ലസ് നമ്മളെ പണ്ടത്തെ, അതായത് അല്ല സത്യരാജ് പ്ലസ് ആനന്ദ് രാജ് എന്ന് പറഞ്ഞിട്ടൊരു ആക്ടർ ഇല്ലേ, ഒരു കോമഡി ഒക്കെ ചെയ്യുന്നത്. നമ്മള് മരകഥ നാണയം എന്ന് പറഞ്ഞിട്ടൊരു പടമുണ്ട്, അതിൻ്റെ അകത്ത് കോമഡി ഒക്കെ ചെയ്യുന്നത്. ഈ പെൺവേഷമൊക്കെ ഇട്ടിട്ട് വരാറില്ലേ, കോമഡി ഒക്കെ ചെയ്യുന്ന പണ്ട് ഏതൊക്കെ സിനിമയിലൊക്കെ ഭയങ്കര കോമഡി ചെയ്യുന്ന ആളാണ്. മീശയൊന്നും അധികം ഉണ്ടാവില്ല, മീശ അടിക്കപ്പോഴും. ഏകദേശം അദ്ദേഹത്തിന്റെയും സത്യരാജിന്റെയും പണ്ടത്തെ സത്യരാജിന്റെ ഒരു കോമ്പിനേഷനാണ് ഏകദേശം ഇദ്ദേഹത്തിന്റെ ഫേസിലുള്ളത്. അതുകൊണ്ടാണ് കുറച്ച് കോമഡി ഫീലും വരുന്നത്. കാരണം പക്ഷെ മീശ വെക്കാത്തപ്പോ ചെറിയൊരു കോമഡി ഫീൽ ഉണ്ട്. മീശ വെച്ചിട്ടുണ്ട്, അതുപോലെ ഉണ്ട്. നമുക്ക് ചിലപ്പോ അത് മറ്റേ മാസ് ഫീൽ ചെയ്തോണ്ടായിരിക്കും ചിലപ്പോ അങ്ങനെ തോന്നുന്നത്. അതാണ് മീശ വെച്ചിട്ടൊക്കെ ഉണ്ടാവും. അപ്പൊ അതുകൊണ്ടിട്ടാണെങ്കിലും അങ്ങനെയാണ്. പിന്നെ ഗ്ലിംസ് വീഡിയോ ആണെങ്കിലും ഭയങ്കര ഗംഭീരമായിട്ട്, അതായത് നമ്മൾ പറയില്ലേ പല ഗ്ലിംസ് വീഡിയോ എന്ന് വെച്ചാൽ ജസ്റ്റ് ഒരാളുടെ ഇതിനകത്തും ആ ഒരാളുടെ മാസ് തന്നെയാണ് കാണിച്ചത്. പക്ഷെ എന്നാലും നമുക്ക് ഏകദേശം ഒരു തീമൊക്കെ തരുന്ന രീതിയിൽ, അതായത് ഒരു അച്ഛൻ, നല്ലൊരു അച്ഛൻ, പ്രത്യേകിച്ച് ഒരു സൂപ്പർ ഹീറോ അല്ല, മറ്റേത് മകൾക്ക്, അതായത് കുട്ടിക്ക് എപ്പോഴും അച്ഛനായിരിക്കുമല്ലോ സൂപ്പർ ഹീറോ. അതാണ് പറഞ്ഞത്. അതാണ്. അപ്പൊ അത് കറക്റ്റ് ആയിട്ട് കാണിച്ചു. അതായത് വെറുതെ ഒരു ഇതിനു വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ജസ്റ്റ് ഒരു മാസീവിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഷോ ഓഫിന് വേണ്ടിയിട്ടോ വയലൻസ് കാണിച്ചല്ല അവിടെ. സം സിറ്റുവേഷൻ ഒരു റീസൺ ഉണ്ട് അപ്പൊ അതിന് പിന്നില്. അപ്പൊ അതാണ്. അപ്പൊ അത് വരുന്ന സമയത്ത് നമുക്ക് കുറച്ചുകൂടി കണക്ട് ആവും. എനിക്ക് തോന്നുന്നു അതാണ് തോന്നുന്നു കുറച്ചുകൂടി ആൾക്കാർ ഏറ്റെടുക്കാൻ കാരണം. നല്ല, അതായത് കുറെ ആൾക്കാരെ കണ്ടിട്ടെന്നറിയോ ഉണ്മയിലേ നല്ല ഇരിക്കുന്നത്. അത് കാരണം എല്ലാരും വെറുതെ കളിയാക്കിക്കൊണ്ടൊക്കെ പറയല്ല, പക്ഷെ അത് അങ്ങനെയല്ല. ഇത് റിയലി ഒരു നല്ലതായിട്ടുള്ള ഒരു ഫീല് കിട്ടി എന്നുള്ളതാണ്. എന്തായാലും ഗംഭീര. നിങ്ങളുടെ ഒപ്പീനിയൻ പറയാം, അടുത്ത വീഡിയോയിൽ കാണാം.